ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മൾ സൂക്ക് വാക്കഫിൽ നിന്ന് ഫനാർ മസ്ജിദിൻ്റെ രാത്രികാല ഭംഗി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇപ്പോൾ സമയം രാത്രി 8 മണിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൂക്കിലെ എല്ലാ ഭാഗത്തും ലൈറ്റൊക്കെ ഓൺ ചെയ്തിട്ട് സൂക്കിനൊരു പ്രത്യേക ഭംഗി കൈവന്നിട്ടുണ്ട്. ശരിക്കും രാത്രിയിലാണ് സൂക്കിന് ഒന്നുകൂടെ ഭംഗി കൂടുന്നതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അങ്ങനെ നമ്മൾ രാത്രികാല സൂക്കിൻ്റെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് സൂക്കിൻ്റെ ഇടനാഴികളിലൂടെയുള്ള നടത്തം വീണ്ടും തുടരാണ്. സൂക്കിൻ്റെ പുറത്ത് മാത്രമൊന്നുമല്ല, അകത്തും ലൈറ്റൊക്കെ ഓൺ ചെയ്തുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗി വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു പള്ളിയുടെ അടുത്തുള്ള ഇടനാഴികളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് മുത്തുകൊണ്ട് കോർത്തുണ്ടാക്കിയ ദസ്വികളാണ്. ഒരുപാട് ദസ്വിയുടെ ഷോപ്പ് ഇവിടെ കാണാനുണ്ട്. പല തരത്തിലുള്ള, പല കളറിലുള്ള, പല നിറത്തിലുള്ള ദസ്വിയുടെ ഷോപ്പുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മുത്തുകൊണ്ട് ഉണ്ടാക്കിയ മാലകൾ, അങ്ങനെ എല്ലാ ഐറ്റംസും നമുക്കിവിടെ കാണാനുണ്ട്. അടുത്തടുത്ത് ചെറിയ ചെറിയ ഷോപ്പുകളാണ്, പക്ഷേ എല്ലാത്തിലും ഒരുപാട് സാധനങ്ങൾ, നല്ല അടിപൊളി ഐറ്റംസ് ഇവിടെ വെച്ചിട്ടുണ്ട്. രാത്രിയിലാണ് സൂക്കിലേക്ക് ഒരുപാട് ആളുകൾ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിൽ എല്ലാ ഷോപ്പിലും നമുക്ക് ഓരോ കച്ചവടക്കാരെങ്കിലും കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ചെരുപ്പ് തുന്നുന്ന ആൾക്കാരാണ്. നമ്മളെ ചെരുപ്പൊക്കെ ബ്രോക്കൺ ആയി കഴിഞ്ഞാൽ അവിടെ കൊടുന്ന് കൊടുത്താൽ മതി, അവർ ചെറിയ പൈസക്ക് തുന്നി അടിപൊളിയാക്കി സെറ്റാക്കി തരും. ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ, ഒന്നും രണ്ടും അല്ല, കുറേ അധികം ഷോപ്പുകളുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ മറ്റൊരു ഇടനാഴിലേക്ക് കയറാണ്. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് കരകൗശല വസ്തുക്കളുടെ ഷോപ്പാണ്. പഴയ ആൻറ്റിക് സാധനങ്ങൾ മുതൽ പുതിയ ആർട്ട് വർക്ക് വരെ എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആകർഷിക്കുന്നത് ട്രോഫികളാണ്. ഒരു ഫുട്ബോൾ ഇവൻറ്റിന് വേണ്ട എല്ലാ ട്രോഫിയും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഏകദേശം എല്ലാ ഷോപ്പിലും ഒരേപോലെയുള്ള ഐറ്റംസ് തന്നെയാണ് വിൽക്കാൻ വെച്ചിട്ടുള്ളത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ലൈനിൽ തന്നെ പോലത്തെ ഒരുപാട് ഷോപ്പുകളാണ്. എല്ലാത്തിനും ഡിസ്പ്ലേ വെച്ചിരിക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ചെറിയ ഐറ്റംസ്, വലിയ ഐറ്റംസ്, ലൈറ്റുകൾ, പാത്രങ്ങൾ, അങ്ങനെ എല്ലാ ഐറ്റംസും ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നത് കാണാൻ വേണ്ടി ഒരു പ്രത്യേക ഭംഗിയാണ്. ഫുട്ബോൾ ഭ്രാന്തനായ ഒരാൾ കയ്യിൽ കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാ തരത്തിലുള്ള ട്രോഫി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഗോൾഡൻ ബൂട്ട്, ഗോൾഡൻ ഗ്ലവ്, ബാലൻഡിയോർ, വേൾഡ് കപ്പ്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ട്രോഫി അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യുന്നത് കണ്ടിട്ടാണ് ആ ഷോപ്പിൻ്റെ ഉടമസ്ഥൻ നമ്മളോട് ഉള്ളിൽ കയറി ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അങ്ങനെ നമ്മളൊരു ഷോപ്പിൻ്റെ ഉള്ളിൽ കയറുന്നത്. ഇവിടെ കയറിയപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ കണ്ടിട്ട് എൻ്റെ കണ്ണ് തള്ളി. എന്ത് ഭംഗിയിലാണ് ഇതൊക്കെ ക്രമീകരിച്ച് വെച്ചിട്ടുള്ളത്. അതിനെ കൊടുക്കണം ഒരു സല്യൂട്ട്. ഇത് അവിടെ വീണ്ടും ട്രോഫിയാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളതെന്ന് എനിക്ക് തോന്നിപ്പോകും. ആ പ്ലേറ്റിലൊക്കെ ചെയ്ത ആർട്ട് വർക്ക്, അതുപോലെ പാത്രങ്ങൾ, ജഗ്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. പോരാത്തിന് ലൈറ്റ്സും, നമ്മൾ വീടും മനോഹരമാക്കാൻ പറ്റിയ എല്ലാ തരത്തിലുള്ള ലൈറ്റും പല കളറിലും ഇവിടെ അവൈലബിളാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഷൂക്കിലെ ഏറ്റവും കോസ്റ്റ്ലി ആയ സ്ഥലത്തേക്ക് പോവുകയാണ്. ഇവിടെ ഒരു വലിയ പാത്രത്തിൽ ഊതൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സൂക്കിൻ്റെ അടുത്ത ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഫാൽക്കൺ മാർക്കറ്റ് പറഞ്ഞാൽ ഇവിടെ ഒരു ഫാൽക്കൺ മാത്രമല്ല കിട്ടുക, ഫാൽക്കൺസിന് ആവശ്യമായ എല്ലാ എക്യുപ്മെൻറ്റ്സും ഇവിടെ കിട്ടും. ഫാൽക്കൺസിൻ്റെ ഫുഡ്, ഫാൽക്കൺസിൻ്റെ കൂട്, അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ ഒരു ഫാൽക്കൺസിന് മാത്രമായിട്ടുള്ളൊരു ഹോസ്പിറ്റൽ വരെ ഉണ്ട്. സൂക്ക് വാക്കിഫ് ഫാൽക്കൺ ഹോസ്പിറ്റൽ എന്നാണ് അതിൻ്റെ പേര്. എന്താല്ലേ, ഒരു ഫാൽക്കൺസിന് മാത്രമായിട്ടുള്ളൊരു ഹോസ്പിറ്റൽ. അങ്ങനെ നമ്മുടെ ഒരാളോട് അനുവാദം ചോദിച്ചിട്ട് ഒരു ഫാൽക്കൺ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അങ്ങനെ നമ്മൾ അനുവാദമൊക്കെ ചോദിച്ചൊരു ഫാൽക്കൺ ഷോപ്പിൻ്റെ ഉള്ളിൽ കയറി. ഫാൽക്കൺ ഷോപ്പിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ഇവിടെ ഒരു 5-6 ഫാൽക്കൺസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. സാധാരണ ഷോപ്പിൽ പെറ്റ്സോളെ ഡിസ്പ്ലേ ചെയ്ത മാതിരിയല്ല ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. സാധാ ഒരു ഓപ്പൺ പ്ലേസിൽ അവരുടേതായ ഒരു സ്റ്റാൻഡിൽ അവരെ ഇരുത്തിയിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ വലിയ ആക്റ്റീവ് ഒന്നുമല്ല ആൾക്കാർ, രാത്രി ആയതുകൊണ്ട് ഉറങ്ങണമെന്ന് തോന്നുന്നു. അങ്ങനെ തന്നെ നമ്മൾ ഷോപ്പിൻ്റെ കുറേ കാഴ്ചകളൊക്കെ പകർത്തി. ഇവിടെ ഫാൽക്കൺസിന് ആവശ്യമായ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. എന്തൊക്കെയാണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. അതിൽ 2-3 ഐറ്റംസ് മാത്രമേ എനിക്ക് മനസ്സിലായുള്ളൂ. ഫാൽക്കൺസിൻ്റെ എക്യുപ്മെൻറ്റ്സ് മാത്രമൊന്നുമല്ല, അവിടെ കുറേ ഗാവൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന പണ്ടത്തെ മോഡൽ പാത്രങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളൊരു ഫാൽക്കണിൻ്റെ കുറച്ച് അടുത്തേക്ക് പോയി. ആൾ ഭയങ്കര സൈലൻ്റാണ്. എന്തായാലും നമ്മളെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്ന്. അങ്ങനെ നമ്മളിത് ആ ഫാൽക്കണിൻ്റെ വിശേഷങ്ങളൊക്കെ പകർത്തി നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ നേരെ പോയത് നമ്മുടെ ഫുഡ് സ്ട്രീറ്റിലോട്ടാണ്. നമ്മൾ ഫുഡ് സ്ട്രീറ്റിലൊക്കെ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരാൾ നിന്നിട്ട് ലൈറ്റൊക്കെ കത്തുന്ന ബലൂൺ വെക്കുന്നുണ്ട്. നമ്മളെ കോഴിക്കോട് ബീച്ചിലൊക്കെ കാണുന്ന പോലെ തന്നെ. പക്ഷേ അവിടെ നമുക്ക് എല്ലാവർക്കും പോയിട്ട് ആ സാധനം സെയിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ പെർമിഷൻ ഉള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ കണ്ടില്ലേ, ഭയങ്കര സൈലൻ്റാണ്. ഫ്രണ്ടിലോ സൈഡിലോ എവിടെ ഒരാളെ കാണാനില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലീസ് സ്റ്റേഷൻ്റെ അവിടെയൊക്കെ ജാമ്യത്തിൽ ഇറക്കാൻ വന്ന ആൾക്കാരും ചുറ്റിലൊരു മണൽ ലോറിയോ ഒരു 2-3 ബൈക്കൊക്കെ ഉണ്ടാവും. എന്തായാലും പോലീസ് സീസ് ചെയ്ത് തുടങ്ങാൻ. വലിയ റെസ്റ്റോറൻറ്റുകൾ മാത്രമൊന്നുമല്ല, ഇതുപോലെ ചെറിയ കൗണ്ടറുകളും ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ജ്യൂസ് ആയാലും ഐസ്ക്രീംസ് ആയാലും അങ്ങനെ ഒരുപാട് കൗണ്ടേഴ്സ് ഇവിടെ വേറെ കാണാൻ പറ്റും. രാത്രി ആയി തുടങ്ങിയതുകൊണ്ട് തന്നെ റെസ്റ്റോറൻറ്റുകളൊക്കെ അത്യാവശ്യം ആൾക്കാർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. രാത്രിയിലാണ് കേട്ടോ ഫുഡ് സ്ട്രീറ്റൊക്കെ നന്നായിട്ട് ഓണാവുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചൂട് സമയമാണെങ്കിലും അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്.
അങ്ങനെ നമ്മളൊരു മലയാളി കഫ്തീരിയൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അവിടെ അതാ നമ്മുടെ മെയിൻ ഐറ്റം പൊറോട്ട ഇങ്ങനെ അടിച്ചു കൂട്ടുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നല്ല മുട്ടയൊക്കെ വെച്ച് നമ്മുടെ മോഡേൺ സാൻഡ്വിച്ച് ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും സൂക്കിൻ്റെ ഫുഡ് സ്ട്രീറ്റിലൂടെയുള്ള നടത്തം തുറന്നുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ ഫുഡ് സ്ട്രീറ്റിലൂടെയുള്ള നടത്തം തുടരുകയാണ്. എന്ത് ഭംഗിയാണ് ഇവിടെയൊക്കെ ക്രമീകരിച്ച് കാണാൻ വേണ്ടിയിട്ട്. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലും ഇതുപോലുള്ള ഫുഡ് സ്ട്രീറ്റൊക്കെ അത്യാവശ്യമാണ്. വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലൊക്കെ എത്തി ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് പുറത്ത് പോയി ഇതുപോലെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ എന്ത് രസമായിരിക്കും അല്ലേ. ഫുഡ് സ്ട്രീറ്റ് നിർമ്മിക്കാൻ നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതിതുപോലെ ഭംഗിയായിട്ടും വൃത്തിയായിട്ടും കൊണ്ടു നടക്കാനാവും നമുക്ക് ഏറ്റവും വലിയ വെല്ലുവിളി. എന്തായാലും ഇതുപോലത്തെ ഒന്ന് നമ്മുടെ നാട്ടിലും വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ വരുമായിരിക്കും. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു വ്യത്യസ്തമായ ഒരാളെ ഇവിടെ കാണാം. ഒരു തലപ്പാവൊക്കെ ധരിച്ച് കുറച്ച് കരകൗശല വസ്തുക്കളൊക്കെ വിൽക്കാൻ വെക്കുന്ന ഒരു അപ്പൂപ്പൻ. നമ്മളങ്ങനെ സൂക്ക് വാക്കഫിൻ്റെ ഉള്ളിലെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ പകർത്തി നമ്മളിതാ കയറി പോയോടെ തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മളുടെ ചാനലിൽ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പോരായ്മകളും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും അതൊക്കെ ക്ഷമിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റായി രൂപപ്പെടുത്തുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.